നമസ്കാരം, ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം. കുതിച്ചുയർന്ന് ടോൾ വരുമാനം 55,000 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. 2027ഓടുകൂടി 1.40 ലക്ഷം കോടിയാകുമെന്ന് നിതിൻ ഗഡ്കരി. ഇന്ത്യയിലെ റോഡ് സൗകര്യങ്ങൾ വരും വർഷങ്ങളിൽ അമേരിക്കയിലെ റോഡുകളേക്കാൾ നിലവാരമുള്ളതാകുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അടുത്തിടെ പ്രഖ്യാപിച്ച മുംബൈ ബംഗളൂരു 14 വരി പാത, മുംബൈ ഗോവ അതിവേഗ പാത, ബംഗളൂരു ചെന്നൈ അതിവേഗ പാത തുടങ്ങിയ വമ്പൻ പദ്ധതികളുടെ പണി പുരോഗമിക്കുകയാണ്. മികച്ച റോഡുകൾ വരുന്നതിലൂടെ രാജ്യത്തിന് സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകുമെന്ന് പറയുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് റോഡ് തന്നെ ഒരു വരുമാന സ്രോതസ്സാണെന്നാണ് മന്ത്രിയുടെ പുതിയ പ്രസ്താവനയിൽ തെളിയുന്നത്. ദേശീയപാതയിലെ ടോൾ പിരിവിൽ നിന്ന് രാജ്യത്തിന് ഒരു വർഷം 55,000 കോടി രൂപയുടെ വരുമാനമാണ് ലഭിക്കുന്നത്. നാഗ്പൂരിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ അദ്ദേഹം വെളിപ്പെടുത്തിയാണ് ഈ കാര്യം. നിലവിലെ ഒരു വർഷം 55,000 കോടി രൂപയാണ് ഇന്ത്യയിലെ ടോൾ ബൂത്തുകളിൽ നിന്ന് പിരിച്ചു കിട്ടുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇത് 1.40 ലക്ഷം കോടിയായി ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്ത് കൂടുതൽ മികച്ച റോഡുകൾ വരുന്നതോടുകൂടി അടുത്ത 15 വർഷത്തിനുള്ളിൽ പ്രതിവർഷ ടോൾ വരുമാനം 12 ലക്ഷം കോടി രൂപയായി ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നിതിൻ ഗഡ്കരി പ്രതീക്ഷ അർപ്പിച്ചു. ഇന്ത്യയിലെ റോഡുകൾ നിർമ്മിക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരുടെ പണം ഉപയോഗിച്ചാണ്. അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് റോഡ് വികസനത്തിനായി പണം സ്വീകരിക്കാറില്ലെന്ന് ഗഡ്കരി പറഞ്ഞത്. സാമ്പത്തിക പരിമിതികൾ റോഡ് വികസനത്തിന് തടസ്സമാകുന്നില്ലെന്നും വിദേശ നിക്ഷേപങ്ങളെ ആശ്രയിക്കാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് ഇന്ത്യ പ്രാപ്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് ഏറ്റെടുത്തപ്പോൾ മുതൽ ഇന്ത്യയിലെ റോഡുകളുടെ പ്ലാനിങ്ങും നിർമ്മാണവും വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന NDA ഗവൺമെൻറ് നാഷണൽ ഹൈവേ രാജ്യത്ത് പണിയുന്ന കാര്യത്തിലും റെക്കോർഡ് വേഗമാണ് കൈവരിച്ചിരിക്കുന്നത്. ശരാശരി 10,000 കിലോമീറ്ററിന് മുകളിലാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നാഷണൽ ഹൈവേകൾ പൂർത്തിയാകുന്നത്. 2020-21 കാലയളവിൽ 13,327 കിലോമീറ്ററും 2021-22 കാലഘട്ടത്തിൽ 10,457 കിലോമീറ്ററും 2021-22 കാലഘട്ടത്തിൽ 10,331 കിലോമീറ്ററും പണി പൂർത്തിയായി. അതായത് ശരാശരി ഒരു ദിവസം 12 കിലോമീറ്റർ മുതൽ 37 കിലോമീറ്റർ വരെയാണ് ദേശീയപാത നിർമ്മിക്കപ്പെടുന്നത്. ഗഡ്കരി അധികാരമേറ്റപ്പോൾ മുതൽ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടന്ന പല പാതകളും നിർമ്മാണം പുനരാരംഭിച്ചു. ജമ്മു ആൻഡ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ ഒരേ വേഗത്തിലാണ് ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്നത്. കേരളത്തിൽ തന്നെ നമുക്ക് ചുറ്റുമുള്ള ദേശീയപാത നിർമ്മാണങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. BJP സർക്കാരുമായി കൊമ്പുകോർത്ത് നിൽക്കുന്ന കേരളത്തിലെ പിണറായി ഗവൺമെൻറ് വരെ നിതിൻ ഗഡ്കരിയെ വകുപ്പ് തല പ്രവർത്തനങ്ങളുടെ പേരിൽ അഭിനന്ദിച്ചിട്ടുണ്ട്. ഏത് സംസ്ഥാനത്തെ മന്ത്രിമാർ ആവശ്യപ്പെട്ടാലും അവരുമായി പുതിയ പാതകളുടെ സാധ്യത ചർച്ച ചെയ്യാൻ അദ്ദേഹം സദാ സന്നദ്ധനാണ്. ഇങ്ങനെയുള്ള കഴിവുള്ള മന്ത്രിമാർ വകുപ്പ് ഭരിക്കുമ്പോഴാണ് രാജ്യത്ത് അത്ഭുതകരമാം വിധം വികസനം സാധ്യമാകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതിയ പാതകൾ മുന്നോട്ട് വയ്ക്കുവാനും നേടിയെടുക്കാനും കേരളം ഏറെ പിന്നിലാണ്. ജനസാന്ദ്രത മൂലം സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്തത് തന്നെയാണ് ഇതിൻ്റെ മുഖ്യ കാരണം. ഇത് പരിഹരിച്ച് സംസ്ഥാനത്തിൻ്റെ വാഹനപ്പെരുപ്പം ഉൾക്കൊള്ളാവുന്ന വിധം പുതിയ പാതകൾ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മാത്രമാണ് ഭാവിയിൽ വികസിതമായ ഒരു കേരളം നമുക്ക് സാധ്യമാവും. ജയ് ഹിന്ദ്.